അയ്യോ കണ്ട സ്കേറ്റ് ചെയ്ത് വന്ന് ഇപ്പോൾ അവസ്ഥ കണ്ട ഏകദേശം മുട്ടോളം മഞ്ഞുണ്ട് ഇടയല്ലോ. ചവിട്ടി ചാടിക്കോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ മാനിയാക്. അപ്പോൾ ഗായ്സ്, അപ്പം നമ്മളങ്ങനെ ഇന്നലെ രാത്രിയോടെ കാശ്മീർ എത്തി. ശ്രീനഗറിലാണ് ഇന്നലെ താമസിച്ചത്. ശ്രീനഗർ ഡാൽ ലേക്കിൻ്റെ അടുത്തായിട്ടാണ് റൂമും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ ഇന്നലെ ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായി. ആ ഒരു പാക്കേജിലാണ് നമ്മളിന്ന് 3 ദിവസത്തേക്ക് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പാക്കേജിൽ ഇന്ന് രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി. റൂം, ഫുഡ്, അതുപോലെ എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇന്ന് 2 ഡ്രൈവർ ഒരു വണ്ടി നമുക്ക് തന്നിട്ടുണ്ട്. അതിലാണ് നമ്മുടെ 3 ദിവസത്തെ കറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മളിന്ന് ഒന്നും നോക്കിയില്ല, നേരെ വിടുന്നതാണ് സോനാമാർഗിലേക്ക്. സോനാമാർഗ് പോയിട്ട് ഇന്നത്തെ മഞ്ഞിൽ കളിച്ച് ആർമാദിക്കാനാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ സ്നോഫാൾ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മക്കളെ ഒരു രക്ഷയില്ലാത്ത സ്നോഫാൾ. അങ്ങനെ സോനാമാർഗിന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ മുന്നായിട്ട് നമുക്കിതാ സ്നോഫാൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. സ്നോ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ലൊരു വല്ലാതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതെല്ലാം വന്ന് കണ്ടിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ സ്നോ ഇവിടെ തന്നെ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും സോനാമാർഗിൽ നല്ലൊരു സ്നോഫാളും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെയായിട്ട് മഞ്ഞും കാര്യങ്ങളായി പെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും നല്ല മഞ്ഞായിരിക്കും. ഇപ്പോൾ ഇത് 2 സൈഡിലായിട്ട് ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ് ഗൈസ്. നമ്മളങ്ങനെ സോനാമാർഗോട് അടുത്തുകൊണ്ടിരിക്കുന്നതിന് കണക്കായിട്ട് മഞ്ഞിങ്ങനെ കൂടി വരുന്നുണ്ട്. ഇതാ ഈ ഒരു ഏരിയയെല്ലാം ഫുള്ളായിട്ട് മഞ്ഞായി. റോഡ് മാത്രമേ മഞ്ഞയിലാണ്ടുള്ളൂ, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മഞ്ഞ തന്നെയാണ്. ഇനി വേറെ ഒരു 6 കിലോമീറ്ററും കൂടി നമുക്ക് ആ ഒരു സോനാമാർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളൂ. ഇപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് വണ്ടി പോകുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നല്ല പാട്ടും കാര്യങ്ങളും വെച്ച് നല്ല വൈബായിട്ടാണ് പോകുന്നത്. പിന്നെ റോഡിൻ്റെ 2 സൈഡിലും മഞ്ഞും കാര്യങ്ങളായി അതിൻ്റെ നടുവിലോട്ട് ഇങ്ങനെ വണ്ടി പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീൽ തന്നെ മക്കളെ. ഇവിടെ പുറത്തുള്ള മരങ്ങളിലും അതുപോലെ എല്ലാ പറമ്പിലും മൊത്തത്തിൽ മഞ്ഞായിട്ട് ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്നോഫാൾ ഫ്രഷ് സ്നോഫാളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സ്നോഫാൾ വരുന്നത് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള മലകളും ഒക്കെ മഞ്ഞിൽ മൂടിയിട്ടുണ്ട്. താഴെയുള്ള താഴ്വാരൊക്കെ മഞ്ഞിൽ മൂടിയിട്ടുണ്ട്. നമുക്ക് എന്താ സോനാമാർഗിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് സ്നോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടിട്ട് ചെയിനിട്ട വണ്ടിയിൽ അങ്ങോട്ട് പോകുന്നതാണ്. ചെയിനും കാര്യങ്ങളിട്ട വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇനി ടോപ്പിലേക്ക് പോകാനുണ്ട്. ഇതായിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. സ്നോഫാളും നല്ലോണം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേണ്ട ചെയിൻ സെറ്റാക്കുന്നത് അതുപോലെ 2 വണ്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവിടുത്തെ. നല്ല മഞ്ഞ ടോപ്പിൽ, അതുകൊണ്ട് ചെയിനിട്ട വണ്ടിയിൽ അല്ലാണ്ട് പോകാൻ പറ്റില്ല. റോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. 2 സൈഡിൽ മൊത്തത്തിൽ ഇതാ സ്നോനെ കൊണ്ട് ഏറും കളിയാണ്. റോട്ടിൽ മാത്രമേ സ്നോ ഇല്ലാണ്ടുള്ളൂ. സ്നോ ഉണ്ടായതാണ് ബിആറിൻ്റെ ആൾക്കാർ മൊത്തം മാറ്റുന്നതാണ്. ഈ ഒരു റൂട്ടിൽ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ചെയിനിടാണ്ട് ഇങ്ങോട്ട് കയറി പോരാനേ പറ്റില്ല. അപ്പോൾ ഗൈസ്, അപ്പം നമ്മളങ്ങനെ ആ ഒരു സോനാമാർഗിൻ്റെ ആ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വെൽക്കം ടു സോനാമാർഗ് എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പാലത്തിന് ഏറ്റവും മഞ്ഞും കാര്യങ്ങളൊക്കെ തന്നെ. ആ ഒരു പാലം കടന്നതിന് ശേഷം മോശം മക്കളെ 2 സൈഡിലും മഞ്ഞിൻ്റെ കൂമ്പാരായിട്ടുണ്ട്. റോട്ടിലുള്ള മഞ്ഞ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. 2 സൈഡിലും മഞ്ഞ്, എന്താ പറയുക, അത്രക്കും മഞ്ഞാണ്. ഇതാണിപ്പോൾ സോനാമാർഗിലെ അവസ്ഥ. ഗൈസ്, ഇപ്പം നമ്മളങ്ങനെ സോനാമാർഗിലെത്തിയിട്ടുണ്ട് മക്കളെ. ഒരു രക്ഷയില്ല, ഭയങ്കര സ്നോ ആണ്. ഈ പ്രാവശ്യം സ്നോ ഇല്ലാന്നെല്ലാം പറഞ്ഞു നോക്കുമ്പോൾ വെറുതെയാണ്. ചുറ്റും സ്നോ ആണ്. ഫുൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, വലിച്ച് കൊണ്ടുവന്ന് ഇന്നത്തെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. എല്ലാത്തിനും മോശമില്ലാത്ത പൈസയുണ്ട്. ഇതിനൊക്കെ 2500 ലാറിന്. നമ്മുടെ ടീംസ് മൊത്തം ഇവിടെയുണ്ട്. എല്ലാം മഞ്ഞ തെളിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല മക്കളെ, നല്ല സ്നോവും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇതാ സ്നോയിലെ ബൈക്കും കാര്യങ്ങളും പിള്ളേർ എടുത്ത് പറക്കുന്നുണ്ട്. അപ്പോൾ അധികം വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം കണ്ടല്ലോ, ബോട്ട് പോലത്തെ സാധനം. ആ തുള്ളി മറിയുന്ന തണുപോയി ലോക. എല്ലാം മഞ്ഞിൽ ഉരുണ്ട് പേരങ്ങി കളിക്കുന്നുണ്ട്. നമ്മളെ ടീംസ് എല്ലാം തേടിയുണ്ട്. ഹാൻഡ്സൊക്കെല്ലാം മഞ്ഞ് കണ്ട് വരാന്തായിട്ടുണ്ട്. ചവിട്ടി ചാടിക്കോ.
ഒരു രക്ഷയില്ല കേട്ടോ. വലിയ തണുപ്പ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എടുത്ത എൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വേസ്റ്റായി. നല്ല നേരത്തെ നല്ല സ്നോഫാളും കാര്യങ്ങളെല്ലാം ഉണ്ടായി, ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. നല്ല വെയിൽ വന്ന് കണ്ണെല്ലാം നല്ല ഇഷ്യൂ ആകുന്നുണ്ട്. ഇപ്പോൾ അവസ്ഥ കണ്ട ഏകദേശം മുട്ടോളം മഞ്ഞുണ്ട് ഇടയല്ലോ. അയ്യവാ ഇല്ലപ്പാ, പ്രവീലുണ്ട് ഉരുണ്ട് മറിയാൻ നിൽക്കുന്നു. ആ അവിടെ വീട് എടുക്കട്ടെ. ഇതിനെ കണ്ട സ്കേറ്റ് ചെയ്ത് വന്ന് ഐസിൻ്റെ ഒരു വാള് പറിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. അയ്യോ ഐസ് നൈസല്ലേ. ഇതിൻ്റെ ഓരോ സാധനം അടിയെല്ലാം കണ്ട. അയ്യോ അയ്യോ പിള്ളേരെപ്പഴം നടക്കുക. വീണ്ടും ഇപ്പം അങ്ങോട്ട് പോകുന്നു. കുഴിഞ്ഞിപ്പം താണ് പോകും പറയല്ലേ കരുതില്ല. എന്നിട്ട് നമ്മുടെ ടീം മൊത്തം ഇവിടെ ഉണ്ട്. എന്തെല്ലോ വീഡിയോ കാര്യങ്ങൾ എടുക്കാണ്ടിട്ട് പോയിട്ടുള്ള ഒരു രക്ഷയിൽ മക്കളെ വൈബ് തന്നെ വൈബ് ഇതെല്ലാം ജീവിതത്തിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളങ്ങനെ കുറേ വീഡിയോ കാര്യങ്ങൾ റീൽസെല്ലാം എടുത്തിട്ടുണ്ട്. ഒരുത്തങ്ങടെ ചെറിയൊരു വെയിറ്റും പ്രശ്നം വരെ നടന്നിട്ടുണ്ട്. ഒരുത്തങ്ങടെ സ്നോ മേനി ഉണ്ടാകുന്നുണ്ട്. ഇവിടെ കുറച്ച് എന്താ പറയുക വെയിലും കാര്യങ്ങളിലും വന്നേരം തന്നെ ഈ ക്ലൗഡും കാര്യങ്ങളെല്ലാം പോയി ഒരു രക്ഷയില്ലാതെ വ്യൂ കേട്ടോ. ഇവിടുന്ന് നമ്മൾ റീൽസ് സെറ്റാക്കിയ സന്തോഷത്തിൽ എല്ലാവരും ഉള്ള വ്യൂവും കാര്യങ്ങളും നോക്കി മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു സമയമെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്താ പറയുക മഞ്ഞിൽ ആർമാതി കിടന്നുണ്ടെങ്കിൽ ഈ ടൈമല്ല ഇങ്ങോട്ടേക്ക് പൈസയും കൊടുത്തിട്ട് വരണം. വീട്ടിൽ കുത്തിരുന്നതിനെ കൊണ്ട് കാര്യമില്ല. സ്നോമാൻ്റെ പകുതി ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമ്മൾ ഒരു സ്നോ ബൈക്കും കാര്യങ്ങളല്ല കേട്ടോ. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റി നമുക്ക് അങ്ങെല്ലാം പോയിട്ട് തിരിച്ചു വരാം. ഇതുവരെ എല്ലാ സ്കേറ്റിങ്ങും കാര്യങ്ങളായിട്ടുള്ള എല്ലാവിധ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അവിടെ നോക്കിയാൽ വീട്ടിൻ്റെ മുകളിലും ഫുള്ള് മഞ്ഞായിട്ട്. വീട്ടിൽ നിന്ന് അങ്ങോട്ടുള്ള റൂട്ടാണ് നമ്മൾ ഏരിയക്കെല്ലാം പോകുന്നത്. അതിൽ ഏകദേശം ക്ലോസ് ആയിട്ടുള്ളത്. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. എന്നാലും ഇവിടെ വരിക ഇവിടെ അത്രക്കും മഞ്ഞുണ്ട്. നമുക്ക് ഉരുണ്ട് ഇറങ്ങി കളിക്കേണ്ട അത്രയും മഞ്ഞുണ്ട്. അപ്പോൾ എങ്ങനെ അന്ന് എൻജോയ് ചെയ്യുക. മക്കളിപ്പോൾ സോനാമാർഗിലെ അവസ്ഥ ഒരു രക്ഷയില്ല. വരിക എൻജോയ് ചെയ്യുക. ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മളെ സോനാമാർഗിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇതാണിപ്പോൾ സോനാമാർഗിലെ അവസ്ഥ. വരുന്നവർക്ക് എന്തായാലും ഇതുപോലെ മഞ്ഞും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ലൈഫിൽ എന്തായാലും ഒരു വൺ ടൈം എക്സ്പീരിയൻസ് കൂടിയാണ് ഈ ഒരു സ്നോഫാളും കാര്യങ്ങളും മഞ്ഞും ഒക്കെ. അപ്പോൾ എന്തായാലും പറ്റുന്നവർക്ക് വന്നൊന്ന് കാണുക. ഇതാണ് ഇപ്പോൾ സോനാമാർഗിലെ അവസ്ഥ. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ ഗുൽമാർഗിലെ കാഴ്ചകളും വിശേഷങ്ങളായിരിക്കും. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഈ ഒരു കാശ്മീർ ട്രിപ്പിൻ്റെ ഫുൾ ചിലവും കാര്യങ്ങളും ഞാൻ ലാസ്റ്റ് എപ്പിസോഡ് പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ.